1928 നവംബർ 7-നാണല്ലോ മലയാള സിനിമ പിറന്നത്. At least in cinema we should not be thinking of caste and color, Mr. Lala. Action! അന്ന് റോസി എന്ന് പറയുന്ന രാജമ്മാള പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് ജാതീയമായ ഒരു തിരുവനന്തപുരം ക്യാപിറ്റൽ തിയേറ്ററിലായിരുന്നു കന്നി പ്രദർശനം. ഈ മലയാളക്കരയിലെ ആദ്യത്തെ ചലനചിത്രം വിഗതകുമാരൻ. ഈ റോസി അഭിനയിച്ചപ്പോഴത്തേക്കോ തിയേറ്ററിൽ ജാതി മതഭേദമന്യേ പ്രതിഷേധം ഉണ്ടായി. പുരുഷന്മാരെല്ലാവരും കൂടി അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ പ്രദർശനം മുടങ്ങി. അങ്ങനെയാണ് ആ വിഗതകുമാരൻ്റെ കന്നി പ്രദർശനം അവസാനിച്ചത്. മലയാളത്തിന്റെ ആദ്യത്തെ സിനിമ സാമൂഹ്യ അനാചാരത്തിന്റെയും ജാതി വ്യവസ്ഥയുടെയും ഇരയായി മാറി. മലയാളത്തിലെ ആദ്യ നായികയെ പ്രദർശനശാലയിൽ നിന്നും ആട്ടി ഓടിച്ചു. അത് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ റോസി ശക്തമായ എതിർപ്പുകൾ അക്കാലത്ത് നേരിട്ടിരുന്നു. പിന്നീട് ഡാനിയൽ ആലപ്പുഴയിലും തലശ്ശേരിയിലും ഒക്കെ കൊണ്ടുവന്നത് ഇത് പ്രദർശിപ്പിച്ചുവെങ്കിലും ഒരു ആദ്യത്തെ പരിക്കിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം വളരെയധികം ക്ലേശിച്ചു. അദ്ദേഹം ആ സിനിമ തന്നെ വിട്ടു. ഈ സമയത്താണ് 1960-കളിൽ എൻ്റെ അച്ഛൻ അവിടെ മലയാളി എന്ന് പറഞ്ഞ പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് ചെല്ലുന്നത്. അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള താല്പര്യമൊക്കെ കൊണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കും, ലേഖനങ്ങൾ എഴുതി. ഡാനിയലാണെന്ന് സ്ഥാപിച്ച് മലയാള സിനിമയുടെ പിതാവെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു 30 വർഷത്തോളം നന്നായിട്ട് അത് പിന്നെ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ എടുത്തു. അതിലൊരു വിവാദം വന്നു. ആദ്യത്തെ യോഗത്തിൽ തന്നെ മലയാള സിനിമയുടെ തുടക്കം ബാലനിലൂടെയാണെന്ന് മലയാറ്റൂർ പറഞ്ഞു. അതിന് അച്ഛൻ എതിർത്തു. ഭയങ്കര ഒച്ചയും ബഹളവുമായി. കരുണാകരൻ മലയാറ്റൂരിനെ ശക്തമായി പിന്തുണച്ചു. അടൂർ ബാലകൃഷ്ണൻ എൻ്റെ അച്ഛനെ പിന്തുണച്ചു. റോസിയെ പറ്റി അന്ന് പിന്നീട് വീട് കത്തിക്കുകയും പിടിക്കുകയും ചെയ്ത് അന്ന് ഓടിപ്പോയതാണ്. പിന്നെ അതിനെപ്പറ്റി ഒരു അറിവില്ല. ശരിക്കും അച്ഛൻ റോസിയെ പറ്റി അന്വേഷിച്ചിട്ടില്ല. ജെയ്സി ഡാനിയലുമായിട്ട് വലിയ ചങ്ങാത്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടി അച്ഛൻ സഞ്ചരിച്ചിട്ടുണ്ട്. റോസിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല. ശരിക്കും റോസിയെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അങ്ങനെയാണ് റോസിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് ലോകത്തോട് അച്ഛൻ വിളിച്ചു പറയുന്നത്. അല്ല, പൃഥ്വിരാജ് നന്നായിട്ട് ഡാനിയലായിട്ട് മാറി, നന്നായിട്ട് അത് അഭിനയിച്ചു. ആ പാട്ടാണ് ഏറ്റവും വലിയ അതിൽ ഒരു വലിയൊരു ആകർഷണമായിരുന്നു. നവംബർ 7-നാണല്ലോ മലയാള സിനിമ പിറന്നത്. അത് തിരുവനന്തപുരം ക്യാപിറ്റൽ തിയേറ്ററിലായിരുന്നു കന്നി പ്രദർശനം. അന്ന് റോസി എന്ന് പറയുന്ന രാജമ്മാള പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് ജാതീയമായ ഒരു വക്രീകരിക്കാനൊക്കെ നോക്കി. പക്ഷേ ജാതീയതയല്ല അതിൻ്റെ പ്രധാന പ്രശ്നം. അത് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ റോസി ശക്തമായ എതിർപ്പുകൾ അക്കാലത്ത് നേരിട്ടിരുന്നു. കാര്യം ഒരു സ്ത്രീയൊക്കെ പൊതുവേദിയിൽ അഭിനയിക്കാനും പിടിക്കാനും ഒന്നും അന്നത്തെ കാലത്ത് സമ്മതിച്ചിട്ടില്ല. നമുക്കിപ്പോൾ കഥകളി തന്നെ ഇന്ന് പെണ്ണുങ്ങളുടെ വേഷം കെട്ടുന്ന ആണുങ്ങളാണല്ലോ ഇപ്പോഴും. അപ്പോൾ അന്നത്തെ കാലത്ത് ഒട്ടും സമ്മതിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് റോസി ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. ഈ റോസി അഭിനയിച്ചപ്പോഴത്തേക്കോ തിയേറ്ററിൽ ജാതി മതഭേദമന്യേ പ്രതിഷേധം ഉണ്ടായി. പുരുഷന്മാരെല്ലാവരും കൂടി അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ പ്രദർശനം മുടങ്ങി. അങ്ങനെയാണ് ആ വിഗതകുമാരൻ്റെ കന്നി പ്രദർശനം അവസാനിച്ചത്. പിന്നീട് 2-3 വർഷം പിന്നീട് ഡാനിയൽ ആലപ്പുഴയിലും തലശ്ശേരിയിലും ഒക്കെ കൊണ്ടുവന്നത് ഇത് പ്രദർശിപ്പിച്ചുവെങ്കിലും ഒരു ആദ്യത്തെ പരിക്കിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം വളരെയധികം ക്ലേശിച്ചു. അദ്ദേഹം ആ സിനിമ തന്നെ വിട്ടു. ഡെൻ്റൽ സയൻസ് പഠിച്ചു. പുതുക്കോട്ടയിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ അഗസ്തീശ്വരത്തുമൊക്കെ ചെറിയ ക്ലിനിക്കൊക്കെ ഇട്ടാണ് അദ്ദേഹം കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം വലിയൊരു ഭാരിച്ച തോതിൽ അത് വിറ്റ ശേഷമാണ് അദ്ദേഹം ഈ സംരംഭത്തിന് ഇറങ്ങിയത്. ആദ്യത്തെ മലയാള സിനിമയുടെ സൃഷ്ടിക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത്. അത് തിരുവനന്തപുരത്ത് ജനിച്ച മലയാള സിനിമ തിരുവനന്തപുരത്തുകാർക്കും വേണ്ടാത്ത ഒരവസ്ഥ 57-ന് ശേഷം ഉണ്ടായി. കാര്യം ജനകീയ ഗവൺമെൻറ് വരികയും അദ്ദേഹം ജനിച്ച അഗസ്തീശ്വരമൊക്കെ ഉൾപ്പെടെ തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ളവർ വിധിച്ചു അത് തമിഴനാണ്, തമിഴ്നാട്ടുകാർ നോക്കിക്കോട്ടെ എന്നൊക്കെ ഉള്ളത്. തിരുവിതാംകൂറിൽ കന്യാകുമാരി തൊട്ട് വടക്കംപറവൂർ വരെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നെന്നും ഈ വിഗതകുമാരൻ ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നെന്നും ഇതിൻ്റെ റിലീസ് ഇവിടുത്തെ ആയിരുന്നു എന്നും ഒന്നും പരിഗണിക്കാതെയാണ് നിഷ്കരണം അദ്ദേഹത്തെ വെട്ടിക്കളഞ്ഞത്. ഈ സമയത്താണ് 1960-കളിൽ എൻ്റെ അച്ഛൻ അവിടെ മലയാളി എന്ന് പറഞ്ഞ പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് ചെല്ലുന്നത്. അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള താല്പര്യമൊക്കെ കൊണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ഇതൊക്കെ വന്നു. അത് ഡാനിയലാണെന്ന് സ്ഥാപിച്ച് മലയാള സിനിമയുടെ പിതാവെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു 30 വർഷത്തോളം നന്നായിട്ട് പേന ചലിപ്പിക്കേണ്ടി വന്നു.
അവസാനം 92 TM ജേക്കബ് സാംസ്കാരിക മന്ത്രിയായിരിക്കുമ്പോഴാണ് ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായിട്ട് അംഗീകരിച്ച് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഏർപ്പെടുത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് മലയാള സിനിമയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ JC ഡാനിയൽ. അതുവരെ ബാലൻ നിർമ്മിച്ച TR സുന്ദരമായിരുന്നു മലയാള സിനിമയുടെ പിതാവെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് പിന്നെ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ എടുത്തു, അതിലൊരു വിവാദം വന്നു. ആ വിവാദത്തിന് ആധാരം അച്ഛൻ്റെ ഒരു പുസ്തകമാണ് JC ഡാനിയലിൻ്റെ ജീവിതകഥ എന്നുള്ളത്. അതിൽ ഈ കാര്യങ്ങൾ അന്ന് ഈ വെട്ടിയത് ഡാനിയലിൻ്റെ അന്ന് ആലോചനാ യോഗത്തിൽ അത് പൊതുമേഖലാ സ്റ്റുഡിയോ തുടങ്ങുന്നതിനെ പറ്റി അച്യുതാനന്ദ മേനോൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ അച്ഛൻ മെമ്പറായിരുന്നു. അതിൻ്റെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു അതിൻ്റെ ചുമതല. അതിൽ ആദ്യത്തെ യോഗത്തിൽ തന്നെ മലയാള സിനിമയുടെ തുടക്കം ബാലനിലൂടെയാണെന്ന് മലയാറ്റൂർ പറഞ്ഞു. അതിന് അച്ഛൻ എതിർത്തു. ഭയങ്കര ഒച്ചയും ബഹളവുമായി. കരുണാകരൻ മലയാറ്റൂരിനെ ശക്തമായി പിന്തുണച്ചു. അടൂർ ബാലകൃഷ്ണൻ എൻ്റെ അച്ഛനെ പിന്തുണച്ചു. മെറിലാൻഡ് P. സുബ്രഹ്മണ്യം അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്, ഡാനിയലിനെ എനിക്കറിയാം. പക്ഷേ അതിവിദഗ്ധമായിട്ട് ഗോ ടു ദ നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് കരുണാകരൻ പറഞ്ഞു, വിഷയം മാറ്റിക്കളഞ്ഞു. മലയാറ്റൂർ ഉടനെ ഇറങ്ങി ഫസ്റ്റ് ടോക്കി ആയിട്ടുള്ള ബാലനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, സെക്രട്ടേറിയറ്റിലുണ്ടെന്നാണ് അറിവ്. പക്ഷേ അതുവരെ കരുതിയിരുന്നത് എല്ലാം ബാലനാണ് ആദ്യത്തെ സിനിമയെന്ന് പറഞ്ഞായിരുന്നു. അത് പൊളിച്ചെഴുതിയത് അച്ഛനാണ്. വിഗതകുമാരനും അതിനുശേഷം ഇറങ്ങിയ മാർത്താണ്ഡവർമ്മ 2 സിനിമകൾ അതിനു മുമ്പുണ്ടായിരുന്നു. അതാണ് മലയാള സിനിമയുടെ ആദ്യത്തെ പടി. അത് ഊമചിത്രങ്ങളായി സൈലൻറ്റ് മൂവിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്ത് തള്ളിക്കളഞ്ഞത്. അല്ലാതെ അതിനൊന്നും വലിയ ഇതൊന്നുമില്ല. അല്ല, അത് ഏറ്റവും വലിയ വിരോധം എന്ന് വെച്ചാൽ മലയാറ്റൂരിൻ്റെയും കരുണാകരൻ്റെയും വിരോധത്തിന് അച്ഛന് ഇരയായി. പിന്നീട് ഏതെങ്കിലും സിനിമ സംബന്ധിച്ചുള്ള എന്ത് കമ്മിറ്റി വന്നാലും ഇവരാണ് ഇരിക്കുന്നതെങ്കിൽ തലപ്പത്തിരിക്കുന്ന അച്ഛൻ്റെ പേര് വെട്ടിക്കളയും. അത് കരുണാകരനാണ് ഏറ്റവും കൂടുതൽ വാശിയോടുകൂടി വെട്ടിക്കളഞ്ഞത്. പലപ്പോഴും ആ അവാർഡ് കമ്മിറ്റികളിലും അച്ഛൻ എന്നിട്ട് 73 അവാർഡ് കമ്മിറ്റിയിൽ വന്നു. നിർമ്മാല്യത്തിന് അവാർഡ് കൊടുക്കുന്ന അച്ഛനൊക്കെ കൂടിയുള്ള ഒരു അവാർഡ് കമ്മിറ്റിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഡാനിയലിന് വേണ്ടി വാദിച്ചു എന്നുള്ള എന്തോ ഒരു വിരോധം. ആർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല പലർക്കും. തിരുവനന്തപുരത്ത് ഡാനിയൽ എന്ന് പറയുന്ന ഒരു നാടാരാണ്, മലയാള സിനിമയുടെ പിതാവെന്നൊക്കെ പറയുന്നത് വലിയൊരു ഇതായിട്ട് കാണുന്നത്. അതൊന്നും സ്വീകാര്യമില്ല. അതെന്തായാലും സെല്ലുലോയിഡിൻ്റെ കാലത്ത് ആ സിനിമയിൽ അതൊക്കെ അതിൻ്റെ പരാമർശങ്ങളുണ്ടായെന്ന് പറയുമ്പോൾ വലിയ വിവാദം ഉണ്ടായി. അപ്പോഴത്തേക്ക് അച്ഛൻ ഭൂമിയും വിട്ടുപോയി. ഇതെല്ലാം എൻ്റെ നേരെ വന്നു. ഞാനതിനെ ഇരുന്ന് പറയേണ്ടി വന്നു. ഇക്കാലത്തൊന്നും ഞാൻ ജനിച്ചിട്ടുമില്ല. കമലായിരുന്നു അതിൻ്റെ നിർമ്മാണവും സംവിധാനമൊക്കെ. ഒരുപാട് അദ്ദേഹം ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്നോട്. ഇതിലേറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഈ അച്ഛനീ ഈ ഡാനിയലിന് വേണ്ടി എഴുത്തും കുത്തുകയൊക്കെ നടക്കുന്ന സമയത്ത് അത് 70-75 കാലത്തൊന്നും ഞാനില്ല. പിന്നെ എങ്ങനെ എനിക്കത് കൂടുതൽ പറയാൻ പറ്റും? പിന്നെ അച്ഛൻ എഴുതി വെച്ച പുസ്തകവും ഇതൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെയാണ് സ്ക്രിപ്റ്റാക്കി മാറ്റുന്നത് അദ്ദേഹം. അല്ല, അച്ഛനിത് നേരത്തെ തന്നെ പറയുമായിരുന്നു. കരുണാകരന് വളരെയധികം ഈ ഒരു വിഷയത്തിൽ കരുണാകരൻ അച്ഛനോട് വലിയ ശത്രുത കാണിച്ചു എന്നൊക്കെ ഉള്ളത്. പല സിനിമ സംബന്ധിച്ചുള്ള എന്ത് കമ്മിറ്റി വന്നാലും ഉടനെ കരുണാകരൻ ആ ലിസ്റ്റ് മേടിച്ച് നോക്കും. എക്സ്പെർട്ടുകളുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട് ഉപദേശം നേടാനൊക്കെ. അപ്പോൾ അതിൽ അച്ഛൻ്റെ പേര് കണ്ട് അപ്പോഴേ കരുണാകരൻ കയറി വിട്ടുമായിരുന്നു. പിന്നെ അതൊരു പുള്ളിയുടെ ഒരു കരുണാകരൻ എപ്പോഴും അധികാരത്തിലൊക്കെ ഇരിക്കുമ്പോഴും ഇങ്ങനെയുള്ള പുള്ളിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന പുള്ളിക്ക് എന്തോ വ്യക്തിപരമായ വിരോധം ഉണ്ടെങ്കിൽ അത് പുള്ളി അത് എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം പറയാൻ. അതിലൊരു ഇരയായിപ്പോയി അച്ഛൻ. അതാണ് സംഭവിച്ചേക്കുന്നത്. റോസിയെ പറ്റി അന്ന് പിന്നീട് വീട് കത്തിക്കുകയും പിടിക്കുകയും ചെയ്ത് അന്ന് ഓടിപ്പോയതാണ്. പിന്നെ അതിനെപ്പറ്റി ഒരു അറിവില്ല. ശരിക്കും അച്ഛൻ റോസിയെ പറ്റി അന്വേഷിച്ചിട്ടില്ല. JC ഡാനിയലുമായിട്ട് വലിയ ചങ്ങാത്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടിയേ അച്ഛൻ സഞ്ചരിച്ചുള്ളൂ. റോസിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല ശരിക്കും. റോസിയെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അങ്ങനെയാണ് റോസിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നാൽ ലോകത്തോട് അച്ഛൻ വിളിച്ചു പറയുന്നത്. ആ ഡാനിയൽ പറഞ്ഞാണ് അച്ഛൻ അറിയുന്നത്. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരിടത്ത് സവർണ അവർണ വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടില്ല. സിനിമയിൽ അതുണ്ടായതാണ്, പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടില്ല, ഒരിടത്തും എഴുതില്ല. അന്ന് സമൂഹം പുരുഷാധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു. ആ പുരുഷന്മാർ പറയുന്നതിനെ ധികരിച്ച് സിനിമയിലും കലാപ്രകടനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വച്ചേക്കില്ല. അതവിടെ നടന്നു. അതിൽ ജാതി മതം ഇല്ലാതെ അവരൊന്നിക്കും. അതാണ് സംഭവിച്ചേക്കുന്നത്. അല്ല, കമൽ എന്നോടും ചോദിച്ചിട്ടുണ്ട്, വേറെ പലരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പുള്ളി റിസർച്ച് നടത്തിയിട്ടുണ്ട്, നന്നായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. ഈ ഡാനിയലിനെ കണ്ട അന്ന് 2-3 പേര് ജീവിച്ചിരിപ്പുണ്ട്. അതൊന്ന് മണർകാട് മാത്യു, കുന്നുകുഴി മണി, അങ്ങനെ ബാക്കി ഇടമറവും അച്ഛനും മരിച്ചുപോയി. അപ്പോഴത്തേക്ക് അവരോട് 2 പേരോടൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. ഡാനിയലിൻ്റെ ഫിസിക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ സിനിമയല്ല ഇതില്ല, എല്ലാവരും അത് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അത് വിനു അബ്രാമിൻ്റെ നഷ്ടനായി എന്ന് പറഞ്ഞ ഇതിൻ്റെ ആ റൈറ്റാണ് കമൽ വാങ്ങിയിരിക്കുന്നത്.
നമ്മൾ പക്ഷേ എൻ്റെ അടുത്ത പുള്ളി അത് ചോദിച്ചു, ഞാനതിലെ കണ്ടൻറ്റൊക്കെ എടുത്തോട്ടെ എന്നൊക്കെ ഉള്ളൊരു കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞ നല്ലൊരു കാര്യമല്ല, അച്ഛൻ്റെ ഒരു സ്മാരകമായിട്ട് ആ സിനിമ മാറുമല്ലോ, എങ്കിൽ അത് എടുത്തോളാം, ഞാൻ വാക്കാലൊരു അനുമതി കൊടുത്തു. ഉണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അതിൽ ഉണ്ട്. അച്ഛൻ പറയുന്നതൊക്കെ ഉണ്ട്. ഡാനിയൽ എങ്ങനെ തിരസ്കരിക്കപ്പെട്ടു എന്നൊക്കെ കാര്യം അത് അതിൽ പറയുന്നത് തന്നെയുണ്ട്. ആ അച്ഛൻ ഇന്നില്ല, പോയിട്ട് 16 വർഷമായി ഇപ്പോഴത്തേക്ക്. ഒരു എന്താണ് പറയേണ്ടത്, ഒരു നഷ്ടബോധം ഉണ്ടാവും. പുള്ളി എന്തുമാത്രം അതിനു വേണ്ടിയൊക്കെ നടന്നായിരിക്കും. കാര്യം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നടന്നു. അല്ല, അത് അടൂർ ഗോപാലൻ സാറൊക്കെ അച്ഛനെ വളരെയധികം സപ്പോർട്ട് ചെയ്തതാണ്. കാര്യം അച്ഛനൊരു ശരിക്കും പറയാൻ പ്രോത്സാഹനം തന്നെയായിരുന്നു അടൂരിൻ്റെ സമീപനങ്ങൾ. പി സുബ്രഹ്മണ്യം അച്ഛനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച്. ഊമച്ചിത്രങ്ങളൊന്നും ഭാഷ ഇതിൽ പെടുത്താൻ പറ്റില്ലെന്നൊക്കെ ഈ മലയാറ്റൂരിൻ്റെയൊക്കെ വിവരക്കേടാണത്. ഊമച്ചിത്രങ്ങളെയൊന്നും നമ്മൾ ഭാഷാചിത്രങ്ങൾ, അങ്ങനെയാണ് ഹരിശ്ചന്ദ്ര ഇതൊക്കെ ഫാൽക്കെ ഊമച്ചിത്രങ്ങളല്ലേ ഉണ്ടാക്കി, സൈലൻറ്റ് മൂവികളല്ലേ. അതിനൊക്കെ ഇന്ത്യൻ സിനിമയുടെ ഒക്കെ തുടക്കത്തിൽ എങ്ങനെ ഇരിക്കുന്നു. ഗ്രിഫിത്തിൻ്റെയും പുഡോക്കിൻ്റെയൊക്കെ എത്രയോ സിനിമകൾ സൈലൻ്റ് ആയിട്ടുണ്ട്. അതിനെയൊക്കെ ഓരോ ഭാഷയിലും സിനിമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ മലയാറ്റൂരിൻ്റെ പിടിവാശിക്ക് മുന്നിൽ ചരിത്രം വളച്ചൊടിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിന് കരുണാകരൻ കൂട്ടുനിന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ വേണ്ടി പറയും. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ല, അന്നത്തെ അറ്റ്മോസ്ഫിയർ, അന്നത്തെ ആ ഒരു 1920-30കളിലൊക്കെ അത് സൃഷ്ടിക്കാൻ വേണ്ടി കമൽ വളരെ സൂക്ഷ്മമായിട്ട് അതിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ തിയേറ്ററുകളിലകം അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ച ആ തിയേറ്ററിൻ്റെ അന്നത്തെ ഘടനകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ക്യാമറ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെനിക്കറിയാവുന്ന കാര്യം. നമ്മുടെ ഇവിടെ തന്നെ ചേർത്തലയിൽ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സിനിമാറ്റോഗ്രാഫി പഠിച്ച ഒരു വി കെ ഷണായി എന്ന് പറയുന്നത് മരിച്ചുപോയി. അദ്ദേഹത്തിന് ക്യാമറയെ പറ്റി നല്ല അറിവുകളുണ്ട്, അന്നത്തെ മൂവി ക്യാമറകൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരെ ഇതിൻ്റെ കലാസംവിധായകനായ സുരേഷ് കൊല്ലം അദ്ദേഹത്തിനെ വിട്ടു. അദ്ദേഹമാണ് ആ ക്യാമറയുടെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. അന്നത്തെ ഒരു 20കളിലെ ക്യാമറകൾ ഡെബ്രി ക്യാമറയ്ക്ക് മുന്നായിട്ട് വരുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരപ്പെട്ടി കൊണ്ടുണ്ടാക്കി വലിയൊരു ക്യാമറ, 3-4 പേര് വേണം എടുത്ത് പൊക്കി അത് സ്റ്റാൻഡിലൊക്കെ വയ്ക്കാൻ. മേശപ്പുറത്താണ് കൂടുതലും ഇരുന്നത്. കാര്യം സ്റ്റാൻഡിന് പോലും അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാണ്ടൊക്കെ വന്നുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഇത് പറയുന്നുണ്ട്. അത് റെയിലിൽ കൂടിയൊക്കെ മൂവ് ചെയ്യിക്കുമ്പോൾ തന്നെ ഭയങ്കര കെട്ടിവലിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ അതെല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആ ക്യാമറ ആ 20കളിലെ അല്ലെങ്കിൽ 30കളിലെ സിനിമ ഷൂട്ടിങ്ങിനെ പറ്റിയൊക്കെ ഏകദേശ ധാരണ എന്നുണ്ടായത്. കാര്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അച്ഛനതൊരു ചിലയിടത്ത് അതിൻ്റെ പരാമർശിച്ച് പോയിട്ടുണ്ട്, അല്ലാതെ വേറെ ആരും എഴുതിയിട്ടില്ല. അല്ല, പൃഥ്വിരാജ് നന്നായിട്ട് ഡാനിയലായിട്ട് മാറി, നന്നായിട്ട് അത് അഭിനയിച്ചു. പ്രത്യേകിച്ച് ഡാനിയലിൻ്റെ അവശതകൾ മുഴുവനും നന്നായിട്ട് ഒരു പ്രതിഫലിപ്പിക്കുന്നതിൽ പൃഥ്വിരാജ് വിജയിക്കുക തന്നെ ചെയ്തു. അല്ല, അതിൻ്റെ പാട്ടുകളൊക്കെ ഒരു അന്നത്തെ അറ്റ്മോസ്ഫിയറിൽ അത് പുള്ളിക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. ആ പാട്ടാണ് ഏറ്റവും വലിയൊരു വലിയൊരു ആകർഷണമായിരുന്നു. ആ കാറ്റേ കാറ്റേ എന്നുള്ളതും പിന്നെ ഏനുണ്ടോടി എന്നൊക്കെ ഉള്ളത്. അത് ആ 2 പാട്ടുകളും ആ സിനിമയുടെ അന്നത്തെ കാലം, സാഹചര്യങ്ങൾ, അതിൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, ഇതിനെയൊക്കെ എടുത്ത് കാണിക്കത്തക്ക രീതിയിലുള്ള വരികളും അതിനനുസരിച്ച് ട്യൂണുകളും അതിനനുസരിച്ച് ഗായകന്മാരെ സെലക്ട് ചെയ്തൊക്കെ അങ്ങനെയാണ്. അതിലൊക്കെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടായി എന്ന് തന്നെ പറയണം. എൻ്റെ നോട്ടത്തിലുണ്ടായി. വേറെ ആരെയൊക്കെ വിമർശിച്ചോ അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ എൻ്റെ നോട്ടത്തിൽ അത് ഏറെക്കുറെ അവർ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അല്ല വയലാറൊന്നും ഒന്നുമില്ല. 1928 സിനിമ റിലീസ് ചെയ്യണം. അന്ന് ആ വർഷമാണ് വയലാർ ജനിക്കുന്നത്. സെല്ലിലോയുടെ പാട്ടുകൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനായിരുന്നു. പിന്നെ പാടിയത് ശ്രീറാമാണ്, വൈക്കം വിജയലക്ഷ്മി, പിന്നെ സിതാര കൃഷ്ണകുമാർ. അതൊക്കെയായിരുന്നു, അവരൊക്കെയായിരുന്നു. എം ജയേന്ദ്രനാണ് സംവിധാനം. എന്തായാലും അത് നന്നായിട്ട് പാട്ടൊക്കെ ഒരു 20കളിലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ സമയം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രീതിയിൽ തന്നെ അത് ചെയ്തെടുത്തു.